ഇത് നമ്മുടെ ഭൂമിയുടെ മോഡൽ ഗ്ലോബ്. അപ്പോൾ ഈ ഭൂമി കുഴിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തും? ഭൂമിയുടെ സെൻറ്ററിലെത്തും. അവിടെ നിന്നും കുഴിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തും? അങ്ങനെ ഒരു തമാശ ജയറാമിൻ്റെ ഒരു പഴയ സിനിമയിലുണ്ട്. എന്നാലും നമുക്ക് അതിൻ്റെ ഫിസിക്സ് ഒന്ന് നോക്കാം. കാരണം ഭൂമി കുഴിച്ചു കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ ഇവിടെ നോക്കും, ഇന്ത്യ വരുന്നുണ്ട്. അതിൻ്റെ ഇന്ത്യയിൽ നിന്ന് നമ്മളൊരു കിണറുണ്ടാക്കിയിട്ട് ഭൂമിയുടെ സെൻറ്ററിൽ കൂടി അമേരിക്കയിലേക്ക് നമ്മളൊരു കിണറുണ്ടാക്കുകയാണ്, ഒരു വലിയൊരു കിണറുണ്ടാക്കുകയാണ്. റിയലായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഒരു ടെസ്റ്റിന് വേണ്ടി കമ്പ്യൂട്ടർ മോഡൽ ഉണ്ടാക്കി നോക്കാം, അതിൻ്റെ ഫിസിക്സ് പഠിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇത് കമ്പ്യൂട്ടറിൽ ഇപ്പോൾ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ ഈ അറിയാൻ വേണ്ടി നമുക്കത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കിണറുണ്ടാക്കി ഒരാളെ നിർത്തി ഒന്ന് ചാടിച്ച് നോക്കാം. ഇപ്പോൾ ഭൂമി നമ്മൾ തുറന്നു, ഒരു കിണറും കാണാം, വലിയൊരു കിണർ, നല്ല വിടുത്തായിട്ട്. ഇന്ത്യയുടെ ഭാഗത്ത് 4-5 പേര് നിൽക്കുന്നുണ്ട്. ബ്രൗൺ കളറിട്ട് ഒരു പയ്യനും ചാടാനൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഈ അമേരിക്കയുടെ സൈഡിൽ അവിടെയും ആളുകൾ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. 4-5 പേരുണ്ട്, അമേരിക്കയുടെ ഫ്ലാഗൊക്കെ ആയിട്ട് എല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ നിൽക്കുന്നുണ്ട്, നമ്മുടെ അപേക്ഷിച്ച് തലകുത്തിയാണ് നിൽക്കുന്നത്. ഇനി ഇത് പയ്യനെ നമുക്ക് ഒന്ന് ചാടിച്ച് നോക്കാം. ഇപ്പോൾ ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് വായു വളരെ കുറഞ്ഞത്, ഫുള്ള് വായു ഇല്ലാത്ത വാക്കുമല്ല, വായു കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ അല്ല, ഇതിനേക്കാളും കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ ആൾ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അമേരിക്കയുടെ അടുത്ത് വരെ എത്തി. അഗെയിൻ സെൻറ്ററിലേക്ക് സ്പീഡ് കൂടിക്കൂടി വരുന്നു. സെൻറ്ററിൽ എത്തുമ്പോഴായിരിക്കും മാക്സിമം സ്പീഡ്. അഗെയിൻ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് പൊങ്ങി വരുന്നുണ്ട്. പക്ഷേ വായു കുറച്ചുള്ള കാരണം, അത് റെസിസ്റ്റൻസ് കാരണം അതിൻ്റെ വേഗം കുറച്ച് കുറയും. അഗെയിൻ സെൻറ്ററിലേക്ക് പോകും. സെൻറ്ററിൽ എത്തുമ്പോഴായിരിക്കും മാക്സിമം സ്പീഡ് കേട്ടോ. അവിടെ നിന്ന് അഗെയിൻ അമേരിക്കയുടെ ഭാഗത്ത് വരുമ്പോൾ സ്പീഡ് കുറഞ്ഞ് അവിടെ നിൽക്കും. അഗെയിൻ അത് കേന്ദ്രത്തിലേക്ക് ഗ്രാവിറ്റി കാരണം താഴും. സെൻട്രൽ കൂടുതൽ ഇപ്പോൾ മാക്സിമം സ്പീഡാവും. അഗെയിൻ ഇന്ത്യയുടെ ഭാഗത്തേക്ക് പതുക്കെ പൊങ്ങി വരും. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇത് നമ്മൾ കുറച്ച് വായു ഉണ്ട് എന്നുള്ളൊരു സങ്കല്പത്തിൽ ചെയ്തിരിക്കുന്നതാണ്. തീരെ വായു ഇല്ലാത്തതുമല്ല, എന്നാൽ ഇപ്പോഴത്തെ പോലെ വായു ഉള്ളതുമല്ല, അല്ലാത്തൊരു സാഹചര്യത്തിലുള്ള ഇതാണ്. അതിപ്പോൾ എത്ര പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യും എന്നുള്ളത് വായുവിൻ്റെ ഡെൻസിറ്റി പോലെ ഇരിക്കും. ഇപ്പോൾ നമുക്ക് സെൻറ്ററിൽ അവസാനം വന്നിട്ട് ഭൂമിയുടെ കേന്ദ്രത്തിൽ വന്നിട്ട് അനങ്ങാതെ നിൽക്കും. ഭൂമിയുടെ കേന്ദ്രത്തിലെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0 ആണ്. കാരണം എല്ലാ സൈഡിലേക്കും പുറത്തേക്ക് ഈക്വലായിട്ട് വലിക്കുന്നു. അപ്പോൾ അവസാനം ഒരു ചാടിയ ഒരാളോ കല്ലോ എന്ത് സാധനം ഇട്ടാലും അവസാനം കേന്ദ്രത്തിൽ പോയി നിൽക്കും. അഗെയിൻ നമുക്ക് വേറൊരു കണ്ടീഷനും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. തീരെ വായു ഇല്ല എന്ന് വെച്ചാൽ വാക്കും, സ്പേസിൽ കൂടി സാറ്റലൈറ്റ് പോകുന്നുമല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരാളെ ചാടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആയിരുന്ന ആര്യഭട്ട, അതും ഭൂമിയുടെ തൊട്ട് മേലെ കൂടി കറങ്ങുന്നുണ്ട്. നോക്കൂ, അത് ഓർബിറ്റ് ചെയ്യുകയാണ്, എർത്തിനെ ഓർബിറ്റ് ചെയ്യുകയാണ്. വായു ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചാടിയ ആൾ അമേരിക്കയിലെത്തുമ്പോൾ ഈ ഓർബിറ്റ് ചെയ്യുന്ന സ്പേസ് ക്രാഫ്റ്റും അമേരിക്കയുടെ അവിടെ എത്തും. നോക്കും, ഇപ്പോൾ സെൻറ്ററിലെത്തി, ഈ ആര്യഭട്ട റൈറ്റ് സൈഡിലെത്തി ഓർബിറ്റ്. അഗെയിൻ ആര്യഭട്ട ഒരു റൗണ്ട് ചുറ്റി വരാൻ നേരത്ത് നോക്കൂ, ചാടിയ ആൾ അഗെയിൻ തിരിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തെത്തി ഒരു ഓസിലേറ്റും കംപ്ലീഷൻ ആവും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓസിലേറ്റ് ചെയ്യുവാണെങ്കിലും ഓർബിറ്റ് ചെയ്യുവാണെങ്കിലും, എന്ന് വെച്ചാൽ ചാടി വീഴുവാണെങ്കിലും ഓർബിറ്റ് ചെയ്യുവാണെങ്കിലും രണ്ടും ഒരേ വേഗതയല്ല, ഒരേ സമയമായിരിക്കും എടുക്കുന്നത് ഒരു ഓർബിറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ഇപ്പോൾ ആൾ മേലേക്ക് വരുന്നു, അതേപോലെ തന്നെ മേലെ കൂടി ഓർബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആൾ എത്താൻ നേരത്ത് അതും ഇങ്ങനെ വന്നിട്ടിരിക്കും. അപ്പോൾ അത് ഈ ഏകദേശം 90 മിനിറ്റ്സ് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം സാറ്റലൈറ്റ് ഓർബിറ്റ് ചെയ്യാനും അതേപോലെ ഒരാൾ ചാടിക്കഴിഞ്ഞാലും ഒരേ സമയം തന്നെ ആയിരിക്കും എടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത, ചാടി വീഴാനുള്ളതും. ഇനി വേറൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ, വായു ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ പോലെ വായു ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ചാടിക്കഴിഞ്ഞാൽ നേരെ ഭൂമിയുടെ സെൻറ്ററിൽ പോയി നിൽക്കുകയുള്ളൂ. സെൻറ്ററിൽ എത്തുമ്പോൾ സ്പീഡ് കൂടുതലുണ്ടാവില്ല, അയാൾ നേരെ പോയിട്ട് സെൻറ്റർ കേന്ദ്രത്തിൽ പോയി നിൽക്കുകയുള്ളൂ. ഇനി ഇന്ത്യ ഭൂമിയുടെ സൈഡിലും അമേരിക്ക മറ്റേ സൈഡിലുമാണെന്ന് വിചാരിച്ച് നോക്കൂ, താഴെയും മുകളിലുമല്ല. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഭാവന ചെയ്യാൻ പോലും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും വീഡിയോ നോക്കൂ, കുറച്ച് രസകരമായിട്ട് തോന്നുന്നു. നോക്കൂ, ലെഫ്റ്റ് ടു റൈറ്റ്, എന്താ താഴെ വീഴാത്തതെന്ന്. ഇപ്പോഴും കറക്റ്റ് തന്നെയാണ്. കാരണം എന്താണ്, ഒരു സാധനം വീഴുന്നു എന്ന് പറയുന്നത് താഴത്തേക്കല്ല, ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കേന്ദ്രത്തിലേക്കും അമേരിക്കയിൽ നിന്നും ഭൂമിയുടെ കേന്ദ്രത്തിലേക്കും രണ്ടും ഒരേപോലെ. കുറച്ച് രസകരമായിട്ട് തോന്നും. ഇത് വീഡിയോ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഈ വീഡിയോയിലെ അനിമേഷനെ പറ്റിയും അതിലെ തെറ്റുകുറ്റങ്ങളെ പറ്റിയും സംശയങ്ങളും കമൻറ്റായി താഴെ ചേർക്കാം. താങ്ക് യു.